സക്സസ് ഫയലിലേക്ക് സ്വാഗതം. നമ്മൾ ഈ ക്ലാസ്സിലൂടെ നോക്കാൻ പോകുന്നത് 2025 നടന്ന 10th ലെവൽ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പിന്നെ വരുന്ന കമ്പനി ബോർഡ് LGS അസിസ്റ്റന്റ് പ്രസന്റ് ഓഫീസർ, അതുപോലെ കേരള PSC നടത്തുന്ന ഏതൊരു പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവരായാലും ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയിരിക്കാനായിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. മുഴുവൻ ക്വസ്റ്റ്യൻസും അറ്റൻഡ് ചെയ്യുക. ആദ്യത്തെ ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി. എക്സാം പോലെ തന്നെ അറ്റൻഡ് ചെയ്ത് നോക്കുക. ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം കിട്ടുന്നുണ്ടോ എന്ന് സ്വയം ചെക്ക് ചെയ്യുക. ആരാണ്? ഡോക്ടർ A ജയതിലക് ആണ്. കേരളത്തിലെ ഇപ്പോഴത്തെ ചീഫ് സെക്രട്ടറി ആരാണ്? ഡോക്ടർ A ജയതിലക്. ISROയുടെ പുതിയ ചെയർമാൻ ആര്? ISROയുടെ നിലവിലെ ചെയർമാൻ ആര്? ഡോക്ടർ V നാരായണൻ ആണ്. ഡോക്ടർ V നാരായണൻ ആണ് ISROയുടെ നിലവിലെ ചെയർമാൻ. ഡോക്ടർ V നാരായണൻ. ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് എന്ന്? ദേശീയ കായിക ദിനം. ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഓഗസ്റ്റ് 29. ഓഗസ്റ്റ് 29 ദേശീയ കായിക ദിനമായിട്ട് ആചരിക്കുന്നത്. ദേശീയ കായിക ദിനം ഓഗസ്റ്റ് 29. സിനിമയാക്കിയ ആദ്യ മലയാള നോവൽ ഏതാണ്? സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ മാർത്താണ്ഡവർമ്മയാണ്. മാർത്താണ്ഡവർമ്മയാണ് സിനിമയാക്കിയ ആദ്യത്തെ മലയാള നോവൽ. മാർത്താണ്ഡവർമ്മ. അടുത്ത ചോദ്യം ചേരുംപടി ചേർക്കുവാനാണ്. ലെഫ്റ്റ് സൈഡിൽ തന്നിരിക്കുന്നു കഥകളി, ഓട്ടംതുള്ളൽ, ചണ്ടാല ഭിക്ഷുകി, കൃഷ്ണഗാഥ. റൈറ്റ് സൈഡിൽ കുഞ്ചൻ നമ്പ്യാർ, കുമാരനാശാൻ, ചെറുശ്ശേരി, കൊട്ടാരക്കര തമ്പുരാൻ. ഏതാണ് ഉത്തരം വരുന്നത്? ചേരുംപടി ചേർക്കുമ്പോൾ ഉത്തരം വരുന്നത് ഏതാണ്? ഓപ്ഷൻ A ആണ്. ഓപ്ഷൻ A ആണ് ഉത്തരം. കഥകളി. കഥകളി കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ. കൃഷ്ണഗാഥ ചെറുശ്ശേരി. ഒന്നും കൂടി. കഥകളി ആരുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? കൊട്ടാരക്കര തമ്പുരാൻ. ഓട്ടംതുള്ളൽ കുഞ്ചൻ നമ്പ്യാർ. ചണ്ടാല ഭിക്ഷുകി കുമാരനാശാൻ. കൃഷ്ണഗാഥ ചെറുശ്ശേരി. അടുത്ത ചോദ്യം, കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി ആര് എന്നാണ്? കേരളത്തിലെ ഇപ്പോഴത്തെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. സാംസ്കാരിക വകുപ്പ് മന്ത്രി ആരാണ്? സജി ചെറിയാനാണ്. സജി ചെറിയാനാണ് കേരളത്തിലെ നിലവിലെ സാംസ്കാരിക വകുപ്പ് മന്ത്രി. സജി ചെറിയാൻ. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെ? അപ്പോൾ ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്നത് ആരാണ്? ടെസി തോമസ് ആണ്. ഇന്ത്യയിലെ അഗ്നിപുത്രി എന്നറിയപ്പെടുന്ന ടെസി തോമസിന്റെ ജന്മസ്ഥലം ആലപ്പുഴയാണ്. ടെസി തോമസിന്റെ ജന്മസ്ഥലം എവിടെയാണ്? ആലപ്പുഴ. ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ഏത്? ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ്. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡാണ് ഇന്ത്യൻ കായിക രംഗത്തെ പരമോന്നത പുരസ്കാരം. ധ്യാൻചന്ദ് ഖേൽരത്ന അവാർഡ്. 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ ആര്? 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് നേടിയ മലയാള സിനിമാ നടൻ മോഹൻലാലാണ്. മോഹൻലാലിനാണ് 2023 ദാദാ സാഹിബ് ഫാൽക്കെ അവാർഡ് ലഭിച്ചത്. മോഹൻലാൽ. കേരള നവോത്ഥാന രംഗത്ത് ധാരാളം മാറ്റങ്ങൾക്ക് വഴിതെളിച്ച അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര്? അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത് ആര്? VT ഭട്ടതിരിപ്പാടാണ്. ഓപ്ഷൻ C ആണ് ഉത്തരം. VT ഭട്ടതിരിപ്പാട്. VT ഭട്ടതിരിപ്പാടാണ് അടുക്കളയിൽ നിന്ന് അരങ്ങത്തേക്ക് എന്ന പ്രസിദ്ധമായ നാടകം രചിച്ചത്. ഇന്ത്യയുമായിട്ട് കരാതീർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം. ഇവിടെ തന്നിരിക്കുന്നത് തജാക്കിസ്ഥാൻ, മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ. ചോദിച്ചിരിക്കുന്നത് എന്താണ്? കരാതീർത്തി പങ്കിടുന്ന രാജ്യങ്ങളിൽ ഉൾപ്പെടാത്ത രാജ്യം. ഉൾപ്പെടാത്തത് ഏതാണ്? തജാക്കിസ്ഥാൻ ആണ്. മ്യാൻമാർ, അഫ്ഗാനിസ്ഥാൻ, ഭൂട്ടാൻ എന്നിവയെല്ലാം ഇന്ത്യയുമായിട്ട് കരാതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ്.
ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം. ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന പ്രധാന ചുരം ഏത്? ഷിപ്കില ചുരമാണ്. ഷിപ്കില ചുരമാണ് ഹിമാചൽ പ്രദേശിനെയും ടിബറ്റിനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം. ഉത്തരപർവ്വത മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പ്രദേശ്, ടിബറ്റ് എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരം ഏത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ഷിപ്കില ചുരമാണ്. കാറക്കോറം പർവ്വതനിരയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന. കാറക്കോറം പർവ്വതനിരയുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ചോദിച്ചിരിക്കുന്നു. 3 പ്രസ്താവനകളാണ് തന്നിരിക്കുന്നത്. കാറക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഗോഡ്വിൻ ഓസ്റ്റിൻ ആണ്. കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. നമ്മളോട് ചോദിച്ചിരിക്കുക എന്താണോ? കാറക്കോറം പർവ്വതനിരയുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ശരിയായിട്ടുള്ളത് ഓപ്ഷൻ സി ആണ്. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവനകൾ ശരിയാണ്. 1ാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു കാറക്കോറം പർവ്വതനിരയിലാണ് ഗോഡ്വിൻ ഓസ്റ്റിൻ സ്ഥിതി ചെയ്യുന്നത് എന്ന്. പ്രസ്താവന ശരിയാണ്. ഇനി കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ എന്നതാണ് 3ാമത്തെ പ്രസ്താവന. 3ാമത്തെ പ്രസ്താവനയും ശരിയാണ്. കാറക്കോറം പർവ്വതനിരയുടെ തുടർച്ചയാണ് ടിബറ്റിലെ കൈലാസ പർവ്വതനിരകൾ. ഇനി 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏത് എന്ന് ചോദിച്ചാൽ എവറസ്റ്റ് ആണ്. ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി ഏതാണ്? എവറസ്റ്റ്. അടുത്ത ചോദ്യം, താഴെ തന്നിരിക്കുന്നവയിൽ ഉപദ്വീപീയൻ നദികളുമായിട്ട് ബന്ധപ്പെട്ട് ശരിയായിട്ടുള്ള പ്രസ്താവന. ഉപദ്വീപീയൻ നദികളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനയാണ്. ആദ്യത്തെ പ്രസ്താവന തന്നിരിക്കുന്നു നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കലോ മലനിരകളിൽ നിന്നുമാണ്. 2ാമത്തെ പ്രസ്താവന പറഞ്ഞിരിക്കുന്നു കൃഷ്ണ നദിയുടെ പോഷക നദിയാണ് ശബരി, ഇന്ദ്രാവതി. 3ാമത്തെ പ്രസ്താവന ഉപദ്വീപീയൻ നദികൾക്ക് അപരധന തീവ്രത താരതമ്യേന കുറവാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? ഉപദ്വീപീയൻ നദികളുമായിട്ട് ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നതാണ്. ഓപ്ഷൻ സി ആണ് ഉത്തരം വരുന്നത്. 1ാമത്തെയും 3ാമത്തെയും പ്രസ്താവന ശരിയാണ്. നർമ്മദ നദി ഉത്ഭവിക്കുന്നത് ഛത്തീസ്ഗഡിലെ മൈക്കലോ മലനിരകളിൽ നിന്നുമാണ്. ശരിയാണ്. ഇനി ഉപദ്വീപീയൻ നദികൾക്ക് അപരധന തീവ്രത താരതമ്യേന കുറവാണ്. ശരിയാണ്. ഉപദ്വീപീയൻ നദികൾക്ക് അപരധന തീവ്രത താരതമ്യേന കുറവാണ്. 2ാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. ഇവിടെ പറഞ്ഞിരിക്കുന്നു കൃഷ്ണ നദിയുടെ പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി എന്ന്. കൃഷ്ണ നദിയുടെ പോഷക നദികൾ ഏതൊക്കെയാണ്? ഭീമ, തുംഗഭദ്ര, കോയിന എന്നിവയെല്ലാം കൃഷ്ണ നദിയുടെ പോഷക നദികളാണ്. ഇനി ശബരി, ഇന്ദ്രാവതി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ്? ഗോദാവരി നദിയുടെ പ്രധാന പോഷക നദികളാണ് ശബരി, ഇന്ദ്രാവതി എന്നിവ. ഏത് നദിയുടേതാണ്? ഗോദാവരി നദിയുടെ പോഷക നദികളാണ് ശബരിയും ഇന്ദ്രാവതി. അടുത്ത ചോദ്യം, ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഘനമേഖല എവിടെയാണ്? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡ് ആണ്. സുന്ദർഗഡ് എവിടെയാണ്? ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖലയാണ് സുന്ദർഗഡ്. ഒഡീഷയിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാനപ്പെട്ട ഇരുമ്പയിര് ഖനന മേഖല ഏതാണ്? സുന്ദർഗഡ് ആണ്. ദേശീയ ജലപാത NW3 കടന്നു പോകുന്ന ഇന്ത്യൻ സംസ്ഥാനം. ദേശീയ ജലപാത NW3 കടന്നു പോകുന്നത് കേരളത്തിലൂടെയാണ്. NW3 കടന്നു പോകുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത്ബട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത്ബട്ട് സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഏത്? എവിടെയാണ്? രാജസ്ഥാനിലാണ്. രാജസ്ഥാൻ. ഇന്ത്യയിലെ പ്രധാന ആണവോർജ നിലയമായ റാവത്ത്ബട്ട് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? രാജസ്ഥാനിലാണ്. മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം.
മഹാരാഷ്ട്രയിൽ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ. അപ്പം അത് ഓർക്കുക, എവിടെ മുതലാണ്? മഹാരാഷ്ട്രയിലെ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിലെ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം എത്രയാണ്? 146 നദികളാണ്. 146 നദികൾ. മഹാരാഷ്ട്രയിൽ റോഹ മുതൽ കർണാടകത്തിലെ മംഗലാപുരം വരെയുള്ള സഞ്ചാരപാതയിൽ കൊങ്കൺ റെയിൽവേ പിന്നിടുന്ന നദികളുടെ എണ്ണം 146. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രം സുലഭ് സമാചാർ. ബംഗാളിലെ ആദ്യകാല വർത്തമാന പത്രമാണ് സുലഭ് സമാചാർ. സുലഭ് സമാചാർ എവിടത്തെയാണ്? ബംഗാളിൽ. താഴെ തന്നിരിക്കുന്നവയിൽ റാബി വിള അല്ലാത്തത് ഏത്? റാബി വിള അല്ലാത്തത് തന്നിരിക്കുന്നത് പുകയില, കടുക്, പരുത്തി, ഗോതമ്പ് എന്നിവയാണ്. ഇതിൽ റാബി വിള അല്ലാത്തത് ഏതാണ്? പരുത്തിയാണ്. റാബി വിള അല്ലാത്തത് പരുത്തി. പരുത്തി ഖാരിഫ് വിളയിൽ പെടുന്നതാണ്. പരുത്തി ഒരു ഖാരിഫ് വിളയാണ്. അടുത്ത ചോദ്യം, സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനമായ ബ്രഹ്മസമാജത്തെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഏതിനെ കുറിച്ചാണ്? ബ്രഹ്മസമാജം. ഇവിടെ തന്നിരിക്കുന്നു, ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം ചെയ്യും, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക, പിന്നോക്ക വിഭാഗങ്ങൾക്കായിട്ട് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിച്ചു, ഇന്ത്യയിലെ മുസ്ലിങ്ങളുടെ സാമൂഹ്യ പുരോഗതിക്കായിട്ട് വാദിച്ചു. ഏതിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്? ബ്രഹ്മസമാജത്തെക്കുറിച്ച് ശരിയായിട്ടുള്ള പ്രസ്താവനകളാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഓപ്ഷൻ സി 1, 2, 3 എന്നിവ ശരിയാണ്. ജാതി വ്യവസ്ഥ നിർമ്മാർജ്ജനം, സ്ത്രീകൾക്കെതിരായ വിവേചനം അവസാനിപ്പിക്കുക, സതി, ശൈശവ വിവാഹം എന്നിവ അവസാനിപ്പിക്കുക. അടുത്ത ചോദ്യം, ഗാന്ധിജിയുടെ പരിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ഏത് പാർട്ടിക്കാണ്? സ്വരാജ് പാർട്ടിക്ക്. ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയെ എതിർത്തുകൊണ്ട് 1923 സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ ആരെല്ലാം? ഓപ്ഷൻ സി 3, 4. CR ദാസ്, മോത്തിലാൽ നെഹ്റു. സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകിയ നേതാക്കൾ. സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി 1916 മഹാരാഷ്ട്രയിൽ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് ആരുടെ നേതൃത്വത്തിൽ ആയിരുന്നു? സ്ത്രീകളുടെ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടിയിട്ട് 1916 മഹാരാഷ്ട്രയിലെ വനിതാ സർവകലാശാല സ്ഥാപിച്ചത് DK കാർവെയാണ്. DK കാർവെ. ഈ ഒരു ക്വസ്റ്റ്യനിൽ നിന്നും വർഷം നോട്ട് ചെയ്യുക. 1916 ചോദിക്കാറുണ്ട്. എവിടെയാണ് സ്ഥാപിച്ചത് എന്ന് ചോദിക്കാറുണ്ട്. എവിടെയാണ്? മഹാരാഷ്ട്ര. അപ്പം 1916 മഹാരാഷ്ട്ര. ആരാണ് സ്ഥാപിച്ചത്? DK കാർവെ. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആര്? ചിത്രത്തിന്റെ പേരെന്താണ്? ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരാണ്? അബനീന്ദ്രനാഥ് ടാഗോർ ആണ് ഭാരത് മാത എന്ന ചിത്രം വരച്ചത്. സ്വാതന്ത്ര്യ സമരകാലത്ത് ഇന്ത്യക്കാരിൽ ദേശസ്നേഹം വളർത്തുന്നതിൽ നിർണായക പങ്ക് വഹിച്ച ഭാരത് മാത എന്ന ചിത്രം വരച്ചത് ആരായിരുന്നു? അബനീന്ദ്രനാഥ് ടാഗോർ. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം? പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം 1878. ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തിന് കരുത്തു പകർന്ന പ്രാദേശിക പത്രങ്ങളെ നിയന്ത്രിക്കുന്നതിന് വേണ്ടി ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന പ്രാദേശിക ഭാഷാ പത്ര നിയമം നിലവിൽ വന്ന വർഷം 1878. സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ ആദ്യ സ്വാതന്ത്ര്യ തെരഞ്ഞെടുപ്പ് നടന്നത് എന്നായിരുന്നു? ആദ്യ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ 1951-52 കാലയളവിലാണ് ആദ്യത്തെ സ്വതന്ത്ര തെരഞ്ഞെടുപ്പ് നടന്നത്. 1951-52 കാലയളവിൽ.
ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരെല്ലാമായിരുന്നു? സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ ചെയർമാനും മറ്റ് അംഗങ്ങളും ആരായിരുന്നു എന്നതാണ് ചോദ്യം. ഓപ്ഷൻ സി ആണ് ഉത്തരം, മൂന്നാമത്തേത്. ഫസൽ അലി, KM പണിക്കർ, HN കുൻസ്രു. അപ്പൊ ഭാഷയുടെ അടിസ്ഥാനത്തിൽ സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചപ്പോൾ ചെയർമാൻ ആരായിരുന്നു? ഫസൽ അലി ആയിരുന്നു. മറ്റംഗങ്ങൾ ആരെല്ലാമായിരുന്നു? KM പണിക്കർ, HN കുൻസ്രു. സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്ന സംഭവങ്ങളെ കാലഗണനാക്രമത്തിലാക്കുക. 4 സംഭവങ്ങൾ തന്നിരിക്കുന്ന ഏതൊക്കെയാണ്? കുണ്ടറ വിളംബരം, വൈക്കം സത്യാഗ്രഹം, മാപ്പിള ലഹള, മലയാളി മെമ്മോറിയൽ. കുണ്ടറ വിളംബരം നടന്ന വർഷം ഏതാണ്? കുണ്ടറ വിളംബരം 1809 1809. വൈക്കം സത്യാഗ്രഹം 1924 ഇനി മാപ്പിള ലഹള നടന്നത് ഏത് വർഷമാണ്? മാപ്പിള ലഹള 1921. മലയാളി മെമ്മോറിയൽ 1891. മലയാളി മെമ്മോറിയൽ 1891. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി 1, 4, 3, 2. 1 കുണ്ടറ വിളംബരം 1809. അടുത്തത് ഏതാണ്? മലയാളി മെമ്മോറിയൽ. മലയാളി മെമ്മോറിയൽ 1891. മൂന്നാമത്തേത് മാപ്പിള ലഹള 1921. വൈക്കം സത്യാഗ്രഹം 1924. സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായ പ്രസ്താവനകൾ ഏത്? 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായി. 1969 ISRO രൂപീകരിച്ചു. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം വിശാഖപട്ടണത്ത് ആരംഭിച്ചു. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായിട്ട് വിക്ഷേപിച്ചു. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? സ്വാതന്ത്ര്യാനന്തരം ബഹിരാകാശ ഗവേഷണ രംഗത്ത് ഇന്ത്യയുടെ പര്യവേഷണങ്ങളെ പറ്റിയുള്ള ശരിയായിട്ടുള്ള പ്രസ്താവനകൾ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. 1, 2, 4 എന്നിവ ശരിയാണ്. 1962 ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതിയാണ്. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സമിതി രൂപീകൃതമായ വർഷം ഏതാണ്? 1962. ഇനി ISRO രൂപീകൃതമായ വർഷം ഏത് എന്ന് ചോദിച്ചാൽ 1969. 1975 ആര്യഭട്ട എന്ന ഉപഗ്രഹം വിജയകരമായിട്ട് വിക്ഷേപിച്ചു. ഈ 3 പ്രസ്താവനകൾ ശരിയാണ്. മൂന്നാമത്തെ പ്രസ്താവനയാണ് ഇവിടെ തെറ്റായിട്ടുള്ളത്. ഇന്ത്യയുടെ ആദ്യ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം ഏതാണ്? തുമ്പയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ റോക്കറ്റ് വിക്ഷേപണ കേന്ദ്രം തുമ്പ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏത്? 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. കമ്മീഷനിൽ 5 അംഗങ്ങൾ ഉണ്ടായിരിക്കും. ആദ്യ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്രയായിരുന്നു. പരാതികളുടെ അടിസ്ഥാനത്തിൽ കേസെടുക്കുന്നതിന് കമ്മീഷന് അധികാരമുണ്ട്. മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിലെ ശരി ഏത് എന്നാണ് ചോദ്യം. ശരി ഏത് എന്ന്. ഓപ്ഷൻ സി ആണ് ഉത്തരം. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 4ാമത്തെ പ്രസ്താവന തെറ്റാണ്. 1993 ഒക്ടോബർ 12 ഇന്ത്യ ഗവൺമെന്റ് മനുഷ്യാവകാശ കമ്മീഷനെ നിയമിച്ചത്. ശരിയാണ്. കമ്മീഷനിൽ 5 അംഗങ്ങളുണ്ടായിരിക്കും. ആദ്യത്തെ ചെയർമാൻ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര ആയിരുന്നു. 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി ഏത്? എത്ര വയസ്സിനും ഇടയിലാണ്? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ. ഏതാണ് ഭേദഗതി? ഓപ്ഷൻ ബി ആണ്.
2002 86 ഭേദഗതിയാണ്. വർഷവും പ്രത്യേകം നോട്ട് ചെയ്യുക. 2002 86 ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് 6 വയസ്സിനും 14 വയസ്സിനും ഇടയിൽ പ്രായമുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസം ലഭിക്കുന്നതിനുള്ള സൗകര്യം ഒരുക്കേണ്ടത് രക്ഷിതാക്കളുടെ കടമയാണ് എന്നത് മൗലിക കടമകളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയ ഭരണഘടനാ ഭേദഗതി. മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത് ഏത്? ഇന്ത്യൻ പ്രസിഡന്റ് 352 വകുപ്പ് അനുസരിച്ച് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചാൽ 19 വകുപ്പ് പ്രകാരമുള്ള മൗലിക അവകാശങ്ങൾ മരവിപ്പിക്കപ്പെടുന്നു. മൗലിക അവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. ഭരണഘടനയുടെ 21 വകുപ്പിൽ അഭിപ്രായ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. ഉത്തരം വരുന്നത് ഓപ്ഷൻ എ ആണ്. 2, 3 പ്രസ്താവനകൾ മാത്രം ശരിയാണ്. മൗലികാവകാശങ്ങൾ ന്യായവാദാർഹങ്ങളാണ്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടുത്തിയത്. വിവരാവകാശ നിയമം 2005 2019 ഭേദഗതിയുമായി ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യൻ വിവരാവകാശ നിയമം നിലവിൽ വന്നത് 2005 ഒക്ടോബർ 12 കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ ഏതാണോ ആദ്യം വരുന്നത് അതാണ്. പ്രധാനമന്ത്രി ചെയർമാനായ സെലക്ഷൻ കമ്മിറ്റി നാമനിർദ്ദേശം ചെയ്യുന്ന വ്യക്തിയാണ് പ്രസിഡന്റ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറായി നിയമിക്കുന്നത്. വിവരാവകാശ നിയമത്തിന്റെ പരിപാലനം നിരീക്ഷിക്കുക, സർക്കാർ വകുപ്പുകളിൽ പബ്ലിക് വിവരങ്ങൾ ലഭ്യമാക്കുന്നത് ഉറപ്പിക്കൽ എന്നിവയാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ മുഖ്യ ചുമതലകൾ. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായത് ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ ബി ആണ്. രണ്ടാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. ഇവിടെ തന്നിരിക്കുന്നത് കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി 5 വർഷം അല്ലെങ്കിൽ 60 വയസ്സ് തികയുന്നത് വരെ ഏതാണോ ആദ്യം എന്നതാണ്. കേന്ദ്ര വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി നിലവിൽ 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സ്. അതിലേതാണോ ആദ്യം വരുന്നത് അതാണ്. അടുത്ത ചോദ്യം, ഇന്ത്യൻ ഭരണഘടനയിൽ പ്രതിപാദിക്കുന്ന സ്വകാര്യ സ്വത്തവകാശവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് ഇന്ദിരാഗാന്ധി പ്രധാനമന്ത്രിയായ കാലയളവിലാണ്. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ്. ഉത്തരം വരുന്നത് ഓപ്ഷൻ ഡി ആണ്. 2, 3 മാത്രം ശരി. 1978 44 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് സ്വകാര്യ സ്വത്തവകാശം മൗലിക അവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് നീക്കം ചെയ്തത്. ശരിയാണ്. നിലവിൽ ഭരണഘടനയുടെ 300A വകുപ്പിലാണ് സ്വകാര്യ സ്വത്തവകാശത്തെക്കുറിച്ച് പറയുന്നത്. ഈ 2 പ്രസ്താവനകളും ശരിയാണ്. ഒന്നാമത്തെ പ്രസ്താവനയാണ് തെറ്റായിട്ടുള്ള പ്രസ്താവന. സ്വകാര്യ സ്വത്തവകാശം മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയത് മൊറാർജി ദേശായി പ്രധാനമന്ത്രിയായിരുന്ന കാലയളവിലാണ്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന്. ജനഗണമന ഇന്ത്യയുടെ ദേശീയ ഗാനമായിട്ട് അംഗീകരിച്ചത് എന്ന് 1950 ജനുവരി 24 1950 ജനുവരി 24. ഇന്ത്യൻ ഭരണഘടനയിൽ ഏത് വകുപ്പിലാണ് ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത്? ദേശീയ പതാകയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് 51A വകുപ്പിലാണ്. 51A വകുപ്പ്. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് പൊതുവേദിയിൽ പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് പൊതുവേദിയിൽ പാടിയത് ഇന്റർനാഷണൽ കോൺഗ്രസിന്റെ ഏത് സമ്മേളനത്തിൽ വെച്ചാണ്? ഓപ്ഷൻ എ ആണ്.
1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ചാണ്. 1896 കൊൽക്കത്ത സമ്മേളനത്തിൽ വെച്ച്. അടുത്ത ചോദ്യം, അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത്? അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് 16-ാം വകുപ്പാണ്. അവസര സമത്വത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ്? 16-ാം വകുപ്പ്. ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് ബന്ധപ്പെട്ട തെറ്റായ പ്രസ്താവന ഏത്? ഇന്ത്യയുടെ ദേശീയ ചിഹ്നം. 4 പ്രസ്താവനകൾ തന്നിരിക്കുന്നു. സത്യമേവ ജയതേ എന്നത് മുണ്ടകോപനിഷത്തിൽ നിന്നെടുത്ത മുദ്രാവാക്യം ദേശീയ ചിഹ്നത്തിന്റെ അടിഭാഗത്ത് ആലേഖനം ചെയ്തിരിക്കുന്നു. സിംഹം, കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുടെ രൂപങ്ങൾ ദേശീയ ചിഹ്നത്തിലുണ്ട്. 1947 ഓഗസ്റ്റ് 15-നാണ് ദേശീയ ചിഹ്നം ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചത്. സാരാനാഥിലെ അശോക സ്തംഭത്തിലെ സിംഹതോരണമാണ് ഇന്ത്യയുടെ ദേശീയ ചിഹ്നമായിട്ട് സ്വീകരിച്ചത്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത് എന്നാണ് ഉത്തരം. ഓപ്ഷൻ സി ആണ്. 3-ാമത്തെ പ്രസ്താവനയാണ് തെറ്റ്. 1947 ഓഗസ്റ്റ് 15-ന് ദേശീയ ചിഹ്നം ഔദ്യോഗികമായി അംഗീകരിച്ചു എന്നിവിടെ പറഞ്ഞിരിക്കുന്നു. ദേശീയ ചിഹ്നം അംഗീകരിച്ചത് 1950 ജനുവരി 26-നാണ്. 1950 ജനുവരി 26. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി. ദക്ഷിണ ഭഗീരഥി ഏതാണ്? പമ്പ നദിയാണ്. ദക്ഷിണ ഭഗീരഥി എന്നറിയപ്പെടുന്ന നദി ഏതാണ്? പമ്പ നദി. കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി ഏതാണ്? കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി മലമുഴക്കി വേഴാമ്പലാണ്. മലമുഴക്കി വേഴാമ്പലാണ് കേരളത്തിന്റെ ഔദ്യോഗിക പക്ഷി. കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം ഏതാണ്? കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം പെരിയാറാണ്. പെരിയാർ വന്യജീവി സങ്കേതമാണ് കേരളത്തിലെ ആദ്യത്തെ വന്യജീവി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്ന പക്ഷി സങ്കേതം. കൊച്ചിയുടെ ശ്വാസകോശം എന്നറിയപ്പെടുന്നത് മംഗളവനം പക്ഷി സങ്കേതമാണ്. മംഗളവനം പക്ഷി സങ്കേതം. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരമാണ്. വിഴിഞ്ഞം തുറമുഖം സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ ജില്ല തിരുവനന്തപുരം. കേരള കായിക ദിനം. കേരള കായിക ദിനം ഒക്ടോബർ 13. കേരള കായിക ദിനമായിട്ട് ആചരിക്കുന്നത് ഒക്ടോബർ 13. കേരളത്തിലെ ആദ്യ ജലവൈദ്യുത പദ്ധതി. കേരളത്തിലെ ആദ്യത്തെ ജലവൈദ്യുത പദ്ധതി പള്ളിവാസലാണ്. പള്ളിവാസൽ. കേരളത്തിലെ നിത്യഹരിത വനം ഏതാണ്? കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലിയാണ്. സൈലന്റ് വാലി. കേരളത്തിലെ നിത്യഹരിത വനം സൈലന്റ് വാലി. കേരളത്തിന്റെ ഗവർണറായ ആദ്യത്തെ മലയാളി ആരാണ്? കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളി വി വിശ്വനാഥനാണ്. വി വിശ്വനാഥൻ. കേരളത്തിന്റെ ഗവർണറായ ആദ്യ മലയാളിയാണ് വി വിശ്വനാഥൻ. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം. തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ച വർഷം 1865 1865 തിരുവിതാംകൂർ സർക്കാർ പണ്ടാരപ്പാട്ട് വിളംബരം പുറപ്പെടുവിച്ചത്. 1865. കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക് ഏതായിരുന്നു? നെടുങ്ങാടി ബാങ്ക്. നെടുങ്ങാടി ബാങ്ക് ആയിരുന്നു കേരളത്തിൽ ആദ്യമായിട്ട് രൂപം കൊണ്ട സ്വകാര്യ ബാങ്ക്. നെടുങ്ങാടി ബാങ്ക്. താഴെ പറയുന്നവയിൽ മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായി ബന്ധമില്ലാത്ത സംഭവം ഏത്? 1916 ആനി ബസന്റിന്റെ അധ്യക്ഷതയിൽ നടന്ന കോൺഗ്രസ് സമ്മേളനം, കീഴരിയൂർ ബോംബ് കേസ്, മുഹമ്മദ് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിൽ നടന്ന ഉപ്പു നിയമ ലംഘന സമരം, 1936 ഇലക്ട്രിസിറ്റി സമരം. മലബാറിലെ സ്വാതന്ത്ര്യ സമരവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏത് എന്നാണ് ചോദ്യം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. ഇലക്ട്രിസിറ്റി സമരമാണ്. ഇലക്ട്രിസിറ്റി സമരം നടന്നത് എവിടെയാണ്?
തൃശ്ശൂരിലാണ്. 1932 നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തത് ആർക്ക്? നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തത് ഇവിടെ തന്നിരിക്കുന്നു. NV ജോസഫ്, K കേളപ്പൻ, PK കുഞ്ഞ്, C കേശവൻ. നിവർത്തന പ്രക്ഷോഭവുമായിട്ട് ബന്ധമില്ലാത്തത് ആരാണ്? K കേളപ്പനാണ്. K കേളപ്പൻ. ഏത് കോൺഗ്രസ് സമരത്തിന്റെ ഭാഗമായാണ് കേരളത്തിൽ ആദ്യം മഹിളാ സമ്മേളനം നടന്നത്? ഏത് കോൺഗ്രസ് സമ്മേളനത്തിന്റെ ഭാഗമായാണ് കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനം നടന്നത്? വടകരയാണ്. വടകര. 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? 1921 നടന്ന ഒന്നാം കേരള സംസ്ഥാന രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം. ഓപ്ഷൻ എ ആണ് ഉത്തരം. ടി പ്രകാശം. ശ്രീനാരായണ ഗുരുവുമായി ബന്ധമില്ലാത്ത പ്രസ്താവന ഏത്? വാദിക്കാനും ജയിക്കുവാനുമല്ല, അറിയാനും അറിയിക്കുവാനും എന്ന പ്രഖ്യാപനം, വിദ്യ കൊണ്ട് പ്രബുദ്ധരാവുക, സംഘടന കൊണ്ട് ശക്തരാവുക, സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കാനുള്ള അവകാശം നേടിക്കൊടുത്തു, മനുഷ്യ സ്നേഹത്തിലും സർവമത സാഹോദര്യത്തിലും അധിഷ്ഠിതമായ പ്രവർത്തനങ്ങൾ. ശ്രീനാരായണ ഗുരുവുമായിട്ട് ബന്ധമില്ലാത്ത പ്രസ്താവന ഏതാണ് എന്നതാണ് ചോദിച്ചിരിക്കുന്നത്. ഉത്തരം ഏതാണ്? ഓപ്ഷൻ സി ആണ്. ഓപ്ഷൻ സി. ഓപ്ഷൻ സി. ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? അയ്യ വൈകുണ്ഠറാണ്. സ്ത്രീകൾക്ക് മേൽമുണ്ടും ജാക്കറ്റും ധരിക്കുവാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള സമരമായ ചാന്നാർ ലഹളയ്ക്ക് നേതൃത്വം നൽകിയതാരാണ്? അയ്യ വൈകുണ്ഠറാണ്. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ച സാമൂഹ്യ പരിഷ്കർത്താവ് ആരായിരുന്നു? പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് ആരാണ്? കുമാരഗുരുദേവൻ. പ്രത്യക്ഷ രക്ഷാ ദേവസഭ സ്ഥാപിച്ചത് കുമാരഗുരുദേവൻ. 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായി വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? 1965 1615 കേരളത്തിലെത്തി സാമൂതിരിയുമായിട്ട് വ്യാപാര ഉടമ്പടി ഒപ്പുവെച്ച ഇംഗ്ലീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി പ്രതിനിധി ആരായിരുന്നു? വില്യം കീലിംഗ്. വില്യം കീലിംഗ്. വയനാട്ടിലെ കുറിച്യ കലാപവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ഏതെല്ലാം? ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയത്, നികുതി പണമായിട്ട് അടയ്ക്കാൻ നിർബന്ധിച്ചത്, നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തു. എല്ലാം ശരി ഉത്തരങ്ങളാണ്. ഏതുമായിട്ട് ബന്ധപ്പെട്ടാണോ? വയനാട്ടിലെ കുറിച്യ കലാപവുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രസ്താവനകളാണ്. ഉത്തരം ഓപ്ഷൻ ഡി ആണ്. നാലാമത്തേതാണ് ശരി. എല്ലാം ശരി ഉത്തരങ്ങളാണ് എന്നത്. ബ്രിട്ടീഷുകാർ അമിത നികുതി ചുമത്തിയതും നികുതി പണമായിട്ട് തന്നെ അടയ്ക്കാൻ നിർബന്ധിച്ചതും അതുപോലെ നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തതുമെല്ലാം വയനാട്ടിലെ കുറിച്യ കലാപത്തിന് കാരണമായ വസ്തുതകളാണ്. വംശനാശ ഭീഷണി നേരിടുന്ന സസ്യങ്ങളുടെയും ജന്തുക്കളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തി വർഷം തോറും റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്ന സംഘടന. റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത് IUCN ആണ്. IUCN ആണ് റെഡ് ഡാറ്റ ബുക്ക് പ്രസിദ്ധീകരിക്കുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നേച്ചർ, IUCN. പഴങ്ങളും പച്ചക്കറികളും പാകം ചെയ്യുമ്പോൾ അടച്ചു വേവിക്കണം എന്ന് പറയുന്നത് ഏത് വിറ്റാമിൻ നഷ്ടപ്പെടാതിരിക്കുവാനാണ്? ഏത് വിറ്റാമിൻ ആണ്? വിറ്റാമിൻ സി ആണ്. വിറ്റാമിൻ സി. കണ്ടൽ കാടുകളെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുക. തീരപ്രദേശത്തെ മണ്ണ് പിടിച്ചു നിർത്തുന്നു, സുനാമിയെ തടയുന്നു, മത്സ്യസമ്പത്ത് കുറയാൻ കാരണമാക്കുന്നു. കണ്ടൽ കാടുകളെ സംബന്ധിച്ച് തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് തിരഞ്ഞെടുക്കുവാനാണ് പറഞ്ഞിരിക്കുന്നത്. ഓപ്ഷൻ സി. 1ഉം 2ഉം മാത്രം ശരിയാണ്. കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി ഇവയിൽ ഏതാണ്? കാൽമുട്ടുകളിൽ കാണപ്പെടുന്നത് ഏതാണ്? വിജാഗിരി സന്ധിയാണ്. വിജാഗിരി സന്ധിയാണ് കാൽമുട്ടുകളിൽ കാണപ്പെടുന്ന അസ്ഥിസന്ധി. വിജാഗിരി സന്ധി. ഭൗമസൂചിക പദവി ലഭിച്ച കുറ്റ്യാട്ടൂർ മാങ്ങ
കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല ഏത്? കുറ്റ്യാട്ടൂർ മാങ്ങ ഉൽപ്പാദിപ്പിക്കുന്ന പ്രദേശം ഉൾപ്പെടുന്ന ജില്ല കണ്ണൂർ ജില്ലയാണ്. കണ്ണൂർ ജില്ല. താഴെ കൊടുത്തിരിക്കുന്നവയിൽ വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ ഏതൊക്കെ? വായുവിലൂടെ പകരുന്ന രോഗങ്ങൾ അല്ലാത്തവ. ഓപ്ഷൻ ഡി ആണ് കോളറയും ടൈഫോയിഡും. കോളറ, ടൈഫോയിഡ്. മോണകളിൽ നിന്ന് രക്തവും പഴുപ്പും വരുന്ന രോഗലക്ഷണങ്ങൾ കാണിക്കുന്ന ഒരാളുടെ ഭക്ഷണത്തിൽ നിർബന്ധമായും ഉൾപ്പെടുത്തേണ്ട ഭക്ഷണ പദാർത്ഥങ്ങൾ തിരഞ്ഞെടുക്കുക. ഏതൊക്കെയാണ്? നെല്ലിക്ക, നാരങ്ങ തുടങ്ങിയ പഴങ്ങൾ. മനുഷ്യന്റെ ലിംഫ് വ്യവസ്ഥയെ സംബന്ധിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ തെറ്റായത് കണ്ടുപിടിച്ച് എഴുതുക. ലിംഫ് വ്യവസ്ഥ. ലിംഫിൽ എല്ലാ രക്തകോശങ്ങളും വലിയ പ്രോട്ടീനുകളും കാണപ്പെടുന്നു. ലിംഫ് കൊഴുപ്പിന്റെ ദഹനഫലമായി ഉണ്ടാകുന്ന ഘടകങ്ങൾ ആഗിരണം ചെയ്യാൻ സഹായിക്കുന്നു. ലിംഫ് രക്തത്തിൽ നിന്നും രൂപം കൊള്ളുന്നു. ലിംഫ് വ്യവസ്ഥ രോഗപ്രതിരോധത്തിന് സഹായിക്കുന്നു. ഓപ്ഷൻ എ ആണ് ഉത്തരമായിട്ട് വരുന്നത്. മഴക്കാലത്ത് വ്യാപകമായ കൊതുകുജന്യ രോഗങ്ങൾ തടയാൻ ഫലപ്രദമായ മാർഗം തിരഞ്ഞെടുക്കുക. വെള്ളം കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കുക. കെട്ടിടങ്ങൾക്ക് ചുറ്റുമുള്ള പാഴ്ചെടികളും മാലിന്യങ്ങളും നീക്കം ചെയ്യുക. ആഴ്ചയിൽ ഒരിക്കൽ ഡ്രൈ ഡേ ആചരിക്കുക. മുകളിൽ കൊടുത്തവ എല്ലാം. ഓപ്ഷൻ ഡി ആണ് ഉത്തരം. മുകളിൽ കൊടുത്തവ എല്ലാം. അടുത്ത ചോദ്യം. പുല്ല്, മാൻ, കടുവ, കഴുകൻ ഈ ഭക്ഷ്യ ശൃംഖലയിലെ തൃതീയ ഉപഭോക്താവ് ആര്? തൃതീയ ഉപഭോക്താവ് ആരാണ്? കഴുകനാണ്. കഴുകൻ. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ഏത് ശാസ്ത്രജ്ഞനുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഗോൾഡ് ഫോയിൽ പരീക്ഷണം, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു, ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവ് ആണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ് ആണ്. ഗോൾഡ് ഫോയിൽ പരീക്ഷണം നടത്തി, ആറ്റത്തിന്റെ ന്യൂക്ലിയസ് കണ്ടെത്തി, ആറ്റത്തിന്റെ സൗരയൂഥ മാതൃക അവതരിപ്പിച്ചു, ഇദ്ദേഹം അണുകേന്ദ്ര ഭൗതികത്തിന്റെ പിതാവാണ്. ആരാണ്? ഏണസ്റ്റ് റൂദർഫോർഡ്. താഴെ തന്നിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായവ ഏതൊക്കെയാണ്? 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. 14-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് സംക്രമണ മൂലകങ്ങൾ. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ത്രികങ്ങൾ എന്ന പേരിൽ മൂലകങ്ങളെ വർഗീകരിച്ചത് മെൻഡലിയേഫ് ആണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ശരിയായവ ഏത് എന്നാണ്. ഉത്തരം ഓപ്ഷൻ എ ആണ്. 1ഉം 3ഉം ശരിയാണ്. 17-ാം ഗ്രൂപ്പ് മൂലകങ്ങളാണ് ഹാലോജനുകൾ. ഹെൻറി മോസ്ലിയാണ് ആധുനിക പീരിയോഡിക് നിയമം ആവിഷ്കരിച്ചത്. ഇനി സംക്രമണ മൂലകങ്ങൾ ഗ്രൂപ്പ് 3 മുതൽ 12 വരെയാണ്. അതുപോലെ ത്രികങ്ങൾ എന്ന പേരിൽ വർഗീകരിച്ചത് ആരാണ്? ഡോബറൈനർ ആണ്. അടുത്ത ചോദ്യം. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണുന്നു. ഈ പ്രതിഭാസം ഏത് പേരിൽ അറിയപ്പെടുന്നു? പാർശ്വിക വിപര്യമാണ്. ഒരു സമതല ദർപ്പണത്തിൽ വസ്തുവിന്റെ വലതുഭാഗം പ്രതിബിംബത്തിന്റെ ഇടതുഭാഗമായും വസ്തുവിന്റെ ഇടതുഭാഗം പ്രതിബിംബത്തിന്റെ വലതുഭാഗമായും കാണപ്പെടുന്നു. ഈ പ്രതിഭാസം അറിയപ്പെടുന്നത് പാർശ്വിക വിപര്യം. പ്രവൃത്തിയുടെ SI യൂണിറ്റ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ഏതാണ്? ജൂൾ ആണ്. പ്രവൃത്തിയുടെ SI യൂണിറ്റ് ജൂൾ. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം. വൈദ്യുത മോട്ടോറിലെ ഊർജ്ജമാറ്റം. വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു. വൈദ്യുതോർജം യാന്ത്രികോർജമാകുന്നു. താഴെ തന്നിരിക്കുന്നവയിൽ അയിരിന്റെ സാന്ദ്രണവുമായിട്ട് ബന്ധമില്ലാത്തത് ഏതാണ്? അയിരിന്റെ സാന്ദ്രണവുമായിട്ട് ബന്ധമില്ലാത്തത് ഉത്പതനം. താഴെ പറയുന്നവയിൽ കത്തുന്ന വാതകം. കത്തുന്ന വാതകം ഹൈഡ്രജൻ. പ്രകൃതിദത്ത പോളിമറായ റബ്ബറിന്റെ മോണോമർ ഏതാണ്? റബ്ബറിന്റെ മോണോമർ ഐസോപ്രീൻ. ഐസോപ്രീൻ. താഴെ തന്നിരിക്കുന്നവയിൽ മാസിനെ സംബന്ധിച്ച് തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണ്? ഒരു വസ്തുവിൽ അടങ്ങിയിരിക്കുന്ന ദ്രവ്യത്തിന്റെ അളവ് കോമൺ ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. സ്പ്രിംഗ് ബാലൻസ് ഉപയോഗിച്ച് അളക്കുന്നു. യൂണിറ്റ് ന്യൂട്ടൺ ആണ്.
തെറ്റായ പ്രസ്താവനകളാണ് ചോദിച്ചത്. ഉത്തരം ഓപ്ഷൻ ബി 3, 4 എന്നിവ തെറ്റായിട്ടുള്ള പ്രസ്താവനകളാണ്. സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില എന്താണ്? സാധാരണ അവസ്ഥയിൽ മനുഷ്യന്റെ ശരീര താപനില 98.6 ഡിഗ്രി ഫാരൻഹീറ്റ് ആണ്. 98.6 ഡിഗ്രി ഫാരൻഹീറ്റ്. 80 GK ക്വസ്റ്റ്യൻസ് ആണ്. അതുപോലെ ഇനി വരുന്നത് 20 മാത്സ് ക്വസ്റ്റ്യൻസ് ആണ്. PSCയുടെ ഫൈനൽ ആൻസർ കീ അനുസരിച്ചിട്ടാണ് നമ്മൾ ഈ ക്ലാസ്സിലെ ഉത്തരങ്ങൾ പറഞ്ഞു പോയിട്ടുള്ളത്. അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.